ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പ്രതിമയുണ്ടായിരുന്ന സ്ഥലത്ത് ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചു. ഉനക്കോട്ടിയിൽ മുൻ ഉപമുഖ്യമന്ത്രി ബൈദ്യനാഥ് മജുംദാറിന്റെ പ്രതിമയുണ്ടായിരുന്ന സ്ഥലത്താണ് വിഗ്രഹം സ്ഥാപിച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി CPIM രംഗത്ത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, എന്താണ് ഇങ്ങനെയൊരു നീക്കം ഇപ്പോൾ? പ്രതിഷേധം എങ്ങനെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? കീർത്തന, നേരത്തെ ത്രിപുരയിലെ മുൻ ഉപമുഖ്യമന്ത്രി ബൈദ്യനാഥ് മജുംദാറിന്റെ പ്രതിമ സ്ഥാപിച്ചിരുന്ന വടക്കൻ ത്രിപുരയിലെ ഉനക്കോട്ടിയിലാണ് ആ പ്രതിമ 2018 തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ലെനിന്റെ പ്രതിമയടക്കമുള്ളവ തകർത്തിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ബൈദ്യനാഥ് മജുംദാറിന്റെ പ്രതിമയും തകർക്കപ്പെടുന്നത്. തുടർന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും തന്നെ അവിടെ പ്രതിമ ഇല്ലായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ CPM നേതാക്കൾ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ബിപ്ലവ് ദേവിനെ കണ്ട് ഇക്കാര്യത്തിൽ പരാതി അറിയിച്ചിരുന്നു. തുടർന്ന് ഈ പ്രതിമ പുനഃസ്ഥാപിക്കും എന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നെങ്കിലും അത് പുനഃസ്ഥാപിക്കുകയും ഉണ്ടായില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് എന്നാൽ ആ പ്രതിമ ഇരുന്ന പീഠത്തിന് മുകളിൽ ഒരു ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. അത് ആരാണ് എന്ന് വ്യക്തമല്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് CPM പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് CPM സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി അടക്കമുള്ളവർ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ജിതേന്ദ്ര ചൗധരി മുഖ്യമന്ത്രിയോട് നേരിൽ കണ്ട് തന്നെ ഈ പ്രതിമ മറ്റൊരിടത്തേക്ക് മാറ്റണം ശ്രീരാമ വിഗ്രഹമെന്നും പകരം ബൈദ്യനാഥ് മജുംദാറിന്റെ പ്രതിമ ഇവിടെ പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും സർക്കാർ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കീർത്തന, ശരി, ഉപമുഖ്യമന്ത്രിയുടെ പ്രതിമ ഉണ്ടായിരുന്ന അവിടെയാണ് ഇപ്പോൾ ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ആരാണ്, എന്താണെന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധവുമായി CPIയും രംഗത്തെത്തിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.